കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്ന് CPM തത്വത്തിൽ തീരുമാനിച്ചതായി അറിയുന്നു. പിണറായി വിജയനാണ് ഈ തീരുമാനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രവും ശക്തി കേന്ദ്രവും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തരായ സ്ഥാനാർത്ഥികളെ CPM-ഉം ഇടതുമുന്നണിയും നിർത്തില്ല. കാരണം ലീഗിന്റെ സീറ്റുകൾ അങ്ങനെ അങ്ങ് പിടിച്ചെടുക്കണ്ട എന്നാണ് ഇപ്പോൾ CPM-ന്റെ തീരുമാനം. അതിന് പകരമായി കോൺഗ്രസിലെ മറ്റ് ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളിൽ അതിശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ എന്ന് വെച്ചാൽ സാമുദായിക സമവാക്യങ്ങളെല്ലാം തൂക്കി നോക്കി അതിശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസിന്റെ പരാജയം ഉറപ്പുവരുത്തുക. എന്നാൽ ലീഗ് മത്സരിക്കുന്ന സീറ്റുകളിൽ താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികളെ CPM നിർത്തുക. ഇതാണ് ഇപ്പോൾ പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം അല്ലെങ്കിൽ അടവ് നയം. എന്താണ് ഇതിന് കാരണം? LDF-ന് UDF-ന് ഈ രണ്ട് മുന്നണികൾക്കും LDF-നും UDF-നും ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും LDF ഇടതുമുന്നണി ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്തുകയും ചെയ്താൽ അവർക്ക് ലീഗിന്റെ സഹായം വേണം മൂന്നാം പിണറായി മന്ത്രിസഭ രൂപീകരിക്കാൻ. തൻ്റെ മൂന്നാം മന്ത്രിസഭ രൂപീകരിക്കുന്നതിൽ ലീഗിന്റെ സഹായം അനിവാര്യമായാൽ ഒരു മടിയും കൂടാതെ പിണറായി വിജയൻ ലീഗിനെ ഇപ്പുറത്ത് കൊണ്ടുവരും. അതിനുള്ള സാഹചര്യം ഒരുങ്ങണമെങ്കിൽ ലീഗിന് MLA-മാർ കൂടുതൽ വേണം. ലീഗിന്റെ മണ്ഡലങ്ങളൊന്നും CPM-ന്റെയോ ഇടതുമുന്നണിയോ ഉറപ്പുള്ള മണ്ഡലങ്ങളല്ല. ദശാബ്ദങ്ങളായി അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപവൽക്കരിച്ചതിന് ശേഷം ഇതുവരെ CPM-ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ജയിക്കാത്ത മണ്ഡലങ്ങളാണ് ലീഗിന്റെ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് ആ മണ്ഡലങ്ങൾ കൈവിട്ടാലെന്ന് CPM-ന് ഒന്നുമില്ല. അതുകൊണ്ട് ലീഗിന്റെ മണ്ഡലങ്ങളിൽ താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികൾ നിർത്തി അവരെ ജയിപ്പിക്കുക. അങ്ങനെ ലീഗിന്റെ സീറ്റുകളുടെ എണ്ണം കൂട്ടുക, എന്നാൽ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക. ഇതാണ് പിണറായി വിജയന്റെ പുത്തൻ അടവ് നയം 2026-ലേക്കുള്ളത്. അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിന് ജയിച്ചു കയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിലെല്ലാം കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന CPM സ്ഥാനാർത്ഥികൾ വരികയും അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥികളും കരുത്തരായിരുന്നാൽ പിന്നെ കോൺഗ്രസിന്റെ ചീട്ട് കീറാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ലീഗിന്റെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറച്ചുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിനാണ് പിണറായി വിജയൻ ഇപ്പോൾ കളമൊരുക്കുന്നത്. കാരണം ഒരുപക്ഷെ LDF-ന് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്തി നിൽക്കേണ്ടി വരുമെന്നും 72 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷത്തിന്റെ സീറ്റ് ഇടതുമുന്നണിക്ക് ഒരുപക്ഷെ ലഭിച്ചേക്കില്ലെന്നും അതിൽ 2-3 സീറ്റ് കുറയാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇത്തരത്തിൽ ഒരു അടവ് നയം സ്വീകരിക്കാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ മണ്ഡലങ്ങളിലെല്ലാം അവർക്ക് ജയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ ഇട്ടുകൊടുത്ത് കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിൽ എന്തു വില കൊടുത്തും അവരെ തോൽപ്പിക്കുക എന്നുള്ള തന്ത്രം പിണറായി വിജയൻ സ്വീകരിക്കും. കാരണം മൂന്നാം തവണയും മന്ത്രിസഭ രൂപീകരിക്കാൻ, സർക്കാർ രൂപീകരിക്കാൻ പിണറായി വിജയൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പിണറായി വിജയൻ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആലോചന. കാരണം അദ്ദേഹത്തിനുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. കഴിഞ്ഞ കാല ചരിത്രം തന്നെ വ്യക്തമാക്കുന്നതും അതാണ്. അതുകൊണ്ട് ഇപ്പോഴേ കോൺഗ്രസിന് ഉൾക്കിടലം ഒരു ചങ്കടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ലീഗിനെ വിജയിപ്പിച്ചുകൊണ്ട്, ലീഗിന്റെ MLA-മാരെ വിജയിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ തങ്ങൾക്കൊരു തിരിച്ചടി തള്ളൂ. കാരണം വെച്ചാൽ ഒരു തന്ത്രത്തിന് മറുതന്ത്രമാണ്. കാരണം ലീഗിനെ ജയിപ്പിക്കുകയും കോൺഗ്രസിനെ തോൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് മൂന്നാം പിണറായി മന്ത്രിസഭ, ഇതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിന് കിട്ടുന്നത് 8ന്റെ പണിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലീഗ് അപ്പുറത്ത് പോയി. കാരണം ഒരു 70 സീറ്റൊക്കെ LDF പിടിച്ചാൽ ഒരു സംശയവും വേണ്ട, ലീഗ് അപ്പുറത്ത് ചെന്ന് ലീഗും പിണറായി വിജയനും ചേർന്ന് ഒരു പുതിയ മൂന്നാം പിണറായി മന്ത്രിസഭ ഉണ്ടാക്കും. അതിനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്.